അയ്യോ ദേ ആ പെണ്ണ് ചാടാൻ പോണു. ആ പെണ്ണ് വെള്ളത്തിൽ ചാടാൻ പോവാണോ? ദേ വെള്ളത്തിലേക്ക് ചാടി. ദേ ഈ കിടക്കുന്നത് ഒരു മീനല്ലേ? നോക്കിയേ, ഇതെന്താ സാധനം? മീനാണോ? എനിക്ക് കണ്ടിട്ട് മീനായിട്ട് തോന്നുന്നത്. ഇവിടെ രാത്രിയാകുമ്പോൾ അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ താഴത്തോട്ട് മേട് വരെയും സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലും ഫുൾ ഇങ്ങനെ കളർഫുൾ ലൈറ്റും പരിപാടിയൊക്കെ കിട്ടും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് ചെറിയൊരു ഈവനിങ് വാക്കിന് പോകാം. ഇപ്പം സമയം 7:30 ഈവനിങ് അല്ലാട്ടോ, രാത്രി ആവാറായി. അപ്പം ഇന്ന് ഇവിടെ സൺസെറ്റ് 8 മണിയാകുമ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ അനുവിനെ കൊണ്ടുപോയി ഡ്യൂട്ടി, അവൾക്ക് ഇന്ന് നൈറ്റുണ്ട്. അപ്പോൾ അനുവിനെ ഡ്യൂട്ടിക്ക് കൊണ്ട് ആക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് ടൗൺ സെൻറ്റർ വരെ നടന്നിട്ട് വരാമെന്ന്. നമുക്ക് ഹാർബർ വരെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ വീട് ആ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ കാണുന്നതാണ് സിറ്റി സെൻറ്റർ. അപ്പോൾ അവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഒരു സ്ലോപ്പാണ്, ഇതൊരു മലയുടെ പൊക്കത്താണ്. മല ഇറങ്ങി വേണം നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് പോകാനായിട്ട്. ഞാനാണെങ്കിൽ സിറ്റി സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഹാർബറിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും, കാരണം സമ്മറും കൂടെ ആയപ്പം നിറച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് കണ്ട് നമുക്ക് വഴി നോക്കിയിട്ടൊക്കെ വരാം. ഇതാണ് ഞങ്ങളുടെ സിറ്റി സെൻറ്ററിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് യൂണിയൻ സ്ട്രീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ട് ഫേമസ് ആയിട്ടുള്ള. ഇപ്പോൾ JD, മാക്ഡി, സിനിമാസ്, അല്ലെങ്കിൽ ബൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഉള്ളത്. കണ്ടില്ലേ ഇവിടുത്തെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ അടുത്തടുത്ത് തന്നെ 2 ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല റൂട്ടാണ്. അത് ഇവിടുത്തെ മാക്ഡി എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ മാക്ഡി. ഇവിടെ ഞാൻ ഇടയ്ക്ക് ഡെലിവറിയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യാറുണ്ട് ഫുഡ്. ഇവിടെ നമുക്ക് കുറേ ബ്രിട്ടീഷ് ഷോപ്പുകൾ, മീൻസ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പില്ലേ, ചാരിറ്റി ഷോപ്സും അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ സിനിമാസ് ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ മലയാളം പടങ്ങളൊന്നുമില്ല, ഇംഗ്ലീഷ് ഫിലിം മൂവീസ് മാത്രമാണ് ഇവിടെ ഓടുന്നത്. നമ്മുടെ മലയാളം പടമൊക്കെ വന്നിരുന്നെങ്കിൽ സ്വർഗ്ഗമായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സിനിമ കാണണമെങ്കിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയിട്ട് വേണം സിനിമ കാണാനായിട്ട്. പ്ലിമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇവിടെ തിയേറ്റർ ഉള്ളൂ. പിന്നെ എക്സിറ്ററിൽ വല്ലപ്പോഴും ഏതെങ്കിലും മലയാളം പടം വരും. അത് ഇവിടുന്ന് കുറച്ചടുത്താണ്, 1/2 മണിക്കൂർ, മറ്റേത് 1 മണിക്കൂർ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ട വൈകുന്നേരം ആകുമ്പോൾ തന്നെ കടകളെല്ലാം അടയ്ക്കും. 4 മണിയാകുമ്പോൾ തന്നെ ഷോപ്സും കാര്യങ്ങളെല്ലാം അടയ്ക്കും. ഇവിടെ ഒറ്റ കട തുറന്നിട്ടില്ല, എല്ലാ കട അടച്ചിട്ടേക്കുക. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഇവിടെ തുറക്കത്തുള്ളൂ വൈകുന്നേരങ്ങളിലും. അതും റെയറാണ്, മിക്ക കടകളും അടച്ചിട്ടിരിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, സമ്മർ ടൈമിൽ ഇവിടെ അടിപൊളിയാണ്, നിറച്ച ആൾക്കാരായിരിക്കും എപ്പോഴും. പക്ഷേ ഒരു 5-6 മണി വരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം 4-5 മണിയാകുമ്പോൾ തന്നെ എല്ലാ കടകളും അടയ്ക്കും. 6 മണി വരെ മാക്സിമം ഉണ്ടാകത്തുള്ളൂ മിക്ക കടകളും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഷോപ്പും അടയ്ക്കും. അത് കാരണം തിരക്കങ്ങോട്ട് കയറും. പക്ഷേ ബീച്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു വൈബാണ്. പക്ഷേ വിൻ്ററിലാണെങ്കിൽ കോമഡിയാണ്, 4 മണിക്ക് തന്നെ അടയ്ക്കുകയും ചെയ്യും, ഒറ്റ കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ പ്രൈമാർക്കുണ്ട്, അതും ക്ലോസ് ആയി. സത്യം പറയുന്നത് UK-ലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ട്രെൻഡ്സ് പോലെയാണ് ഇവിടുത്തെ പ്രൈമാർക്ക് എന്ന് പറയുന്നത്. ട്രെൻഡ്സിൻ്റെ ഉടുപ്പൊക്കെ അറിയാമല്ലോ, എല്ലാവരുടെയും കൈ കാണും നാട്ടിൽ. അതേപോലെ തന്നെ പ്രൈമാർക്കിലും ഇവിടെ നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഒരു ഉടുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഉടുപ്പുണ്ടാവും. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൻ്റെ യൂസ് ശരിക്കും പറഞ്ഞാൽ കുറവല്ലേ. പക്ഷെ ഇവിടെ കണ്ട ഇപ്പോഴും ഈ ബോക്സ് ഒക്കെ ശരിക്കും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ കളക്ട് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസൊക്കെ കുറഞ്ഞ്, മീൻസ് അതിൻ്റെ സർവീസ് എല്ലാം ശരിക്കും കുറഞ്ഞു വരില്ല. പക്ഷെ ഇവിടെ എല്ലാ പാഴ്സലുകളും ലെറ്റേഴ്സും എല്ലാം അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സർവീസാണ് റോയൽ മെയിൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല സത്യം പറഞ്ഞാൽ. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് കാണുന്നത്, ബാക്കി ഒറ്റ കുഞ്ഞില്ല. സാധാരണ ഇതൊക്കെ നല്ല തിരക്കുള്ള ഒരു 3 മണി 4 മണി ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നല്ല തിരക്കാണ്. പക്ഷെ ഇപ്പം കണ്ടില്ലേ, വിജനമാണ് റോഡൊക്കെ. ഇവിടെ നമുക്ക് സ്പോർട്സ് ഡയറക്റ്റും TK Maxും അങ്ങനത്തെ കുറെ ഷോപ്സും കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഉടുപ്പിന്റെ ഡ്രസ്സിന്റെ ഷോപ്സുകൾ, അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ ഇതിനെല്ലാം നല്ല റേറ്റാണ് ഡ്രസ്സിനൊക്കെ. ഒരു ഷർട്ടിന് ഇവിടെ കൊടുക്കണം 15-20 പൗണ്ടൊക്കെ. ഇവിടുത്തെ ബസ് കണ്ടോ, ഈ ഒരു തീമിലാണ് ഇവിടുത്തെ ബസ് എല്ലാം ഉള്ളത്. നമ്മുടെ ലണ്ടൻ ബസ് എന്ന് പറഞ്ഞാൽ റെഡ് കളറല്ലേ, പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വൈറ്റും ഈ ഗോൾഡൻ കളറൊക്കെയാണ്, മിക്സ് ആയിട്ടുള്ള കളേഴ്സാണ്. അത് ഓരോ കൗണ്ടി ബേസ് ചെയ്തിട്ട് കളറും കാര്യങ്ങളൊക്കെ മാറും ബസ്സിൻ്റെ. 8 മണിയാകുമ്പോൾ പോകുന്നു. ഇവിടെ ചന്ദ്രൻ പ്രസന്റ് ആയി, പക്ഷേ സൂര്യൻ ഇതുവരെയും അസ്തമിച്ചിട്ടില്ല. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പബ്ബാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു പബ്ബാണ്, സോഹോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ പ്രിസോ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെൻറ്ററിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം പാർക്കിംഗ് ആണ്. എല്ലാം നമുക്ക് പേ ചെയ്ത് വേണം നമുക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കസിനോ ഉണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നടന്ന് ഹാർബറിൻ്റെ സൈഡ് വരെ എത്തി. ഇവിടെ ഇവിടെയും നമുക്കൊരു തിയേറ്റർ ഉണ്ട്. പിന്നെ ഒരുപാട് മറ്റേ പാർക്കും പരിപാടിയൊക്കെ, കുറേ ഗാർഡനും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമല്ലേ വിഷ്വൽ കാണാനായിട്ട്. നോക്കിയേ,
സൺസെറ്റ് അവിടെയാണ് നടക്കുന്നത്. നമുക്ക് അവിടെ നിന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നേരി കാണാൻ ഭംഗി. ഇതാണ് ഇവിടുത്തെ ഹാർബറും കാര്യങ്ങളൊക്കെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഈ ഫിഷിംഗ് ബോട്ടുകളാണ് മൊത്തം കാണാൻ പറ്റുന്നത്. സമ്മർ ആകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഫിഷിംഗ് ട്രിപ്പൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കടലിലേക്ക് പോയിട്ട് നമുക്ക് അവരുടെ ഒപ്പം പോയിട്ട് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റും. ഇത്തവണ ഞങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലൊക്കെ പോയത് കാരണം ആ ഒരു സമയം കിട്ടില്ല. പക്ഷേ ഇത്തവണ എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്, പ്രിൻസസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ. പക്ഷേ സിനിമയല്ല അവിടെ കളിക്കുന്നത്. അവിടെ മറ്റേ സ്റ്റേജിൽ നടക്കുന്ന തിയേറ്റേഴ്സ് പരിപാടിയൊക്കെ ഇല്ലേ, ഡ്രാമ, അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റും. എന്തോരം ബോട്ടാന്ന് എനിക്ക് 10,000 ബോട്ടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ചന്ദ്രൻ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണ്ട ചന്ദ്രൻ്റെ നിഴൽ ഇത് ഇവിടെ അടിക്കുന്നുണ്ട് താഴത്ത്. ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് ഫിഷിങ്ങും പരിപാടിയൊക്കെ ചെയ്യാറില്ല. ഞങ്ങൾ സാധാരണ പോകുന്നത് ഇവിടെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്. അത് ഭയങ്കര മലയൊക്കെ കയറി ആണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ രാത്രിയിൽ വന്നിട്ട് ഫിഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വിഡിനൊക്കെ കിട്ടാനായിട്ട് ഇവിടെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ സ്ക്വിഡ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ 2-3 വട്ടം വന്നിട്ടുള്ളൂ. പക്ഷേ അതിന് വേറെ എന്തോ ഒരു എക്യുപ്മെൻറ്റ്, അത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാക്കറിൽ പിടിച്ചിട്ടുണ്ട്. മാക്കറിൽ ഇഷ്ടംപോലെ കിട്ടും. അത് വന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പിടിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് സ്ക്വിഡ് അത് ട്രൈ ചെയ്യണം. ഞാനും ചേട്ടനും ഇതിൻ്റെ ഭ്രാന്ത. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു മല ഏരിയയാണ്. മൊത്തം ഈ കുന്നും മലയൊക്കെയാണ്. ആ ഒരു ബിൽഡിംഗ് മൊത്തം ഈ മലയുടെ പൊക്കത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ രാത്രിയാകുമ്പോൾ അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റെപ്പുണ്ട്. ഇവിടെ താഴത്തോട്ട് മേട് വരെയും സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലും ഫുൾ ഇങ്ങനെ കളർഫുൾ ലൈറ്റും പരിപാടിയൊക്കെ കിട്ടും. നമ്മൾ തിരിച്ചു വരുമ്പോൾ മിക്കവാറും അത് കാണാൻ പറ്റും. അത് സ്കൈയിൽ നിന്നുള്ള വ്യൂ, ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം കാണാനായിട്ട്. അത് ശരിക്കും ഞാൻ തിരിച്ചു വരുമ്പം നമ്മൾ അവിടെ ബ്രിഡ്ജിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിക്കവാറും അത് ലൈറ്റ് ഓൺ ആകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇരുട്ടാകുമ്പോൾ അത് ലൈറ്റ് ഓൺ ആക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസം അത് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പം നടക്കാൻ ഇറങ്ങും. സിറ്റിയിലൊന്നും ആരും ഉണ്ടാകത്തില്ല. ഈ ഒരു ബീച്ച് സൈഡിലാണ് എല്ലാവരും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരുപാട് ഈ ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമുക്കുണ്ട വെസ്റ്റേൺ ലേഡി ഫെറി, ദ സീ ട്രെയിൻ എക്സ്കർഷൻ, ഡാർട്ട്മൂർ ഡേ ക്രൂയിസ്, അങ്ങനെ ഒരുപാട് ബോട്ടിങ്ങും പരിപാടി ആക്ടിവിറ്റീസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റീം ട്രെയിൻ എന്ന് പറയുന്നത്. അതിലും നമുക്ക് സർവീസൊക്കെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ഒരു സാധനം. അത് നമ്മളിങ്ങനെ പെയിൻറ്റൺ, ഡാർട്ട്മൂർ, ടോട്ടന, സ്റ്റോക്ക്, ഇങ്ങനെ 4 സ്ഥലങ്ങളിലൂടെ പോയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയല്ലേ? ഇങ്ങനെ പുകയൊക്കെ പോകും. നല്ല രസമാണ്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ കയറാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇതേപോലത്തെ ട്രെയിൻ കറക്റ്റ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കയറി പോവുകയൊക്കെ ചെയ്യാം. ഭയങ്കര രസമാണ്. എന്തായാലും ഇത്തവണ മറ്റേ ഫിഷിങ് ട്രൈ ചെയ്യും. ഫിഷിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് തന്നെ ഇതൊരു ഫിഷിങ്ങിന് പോയിക്കോണം ആൾക്കാർ. അവർ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ നമ്മൾ പോകുന്നത് ശരിക്കും ഡീപ് സീ ഫിഷിങ്ങാണ്. നമ്മളെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോകും. നമുക്ക് ഡോൾഫിനെയും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ വൈൽഡ് ടൂർ, അങ്ങനെ ഒരുപാടുണ്ട്. ക്രൂയിസും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ സണ്ണിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? നിങ്ങൾ ഡെവണിലേക്കൊക്കെ ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഫിഷിങ്ങും പരിപാടിയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന മെയിനായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഈ ഒരു ഫിഷിങ്ങും പരിപാടിയൊക്കെയാണ്. ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇത് ഫുള്ളി ഒരു വുഡൻ ബ്രിഡ്ജാണ്. നമുക്ക് അങ്ങ് അറ്റം വരെ അതിൻ്റെ പിയറാണ്, ഇവിടുത്തെ ടോക്കി പിയറാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അങ്ങേ അറ്റം വരെ പോകാം. അതിൻ്റെ അങ്ങേ അറ്റത്താണ് ഞാൻ പറഞ്ഞില്ലേ ഫിഷിങ്ങിന് ഞങ്ങൾ പോകുന്നത്. ആ ഫിഷിങ്ങിന് പോകുന്ന സ്പോട്ട് ആ ഒരു അറ്റത്തായിട്ടാണ്. അവിടെയാണ് നമ്മൾ സ്ക്വിഡിനെയൊക്കെ നമ്മൾ ഫിഷിങ്ങും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പം ഇവിടെ ഇതേപോലത്തെ ലൈറ്റ്, ഇത് കണ്ടോ, ഈ ഒരു ലൈറ്റ് കണ്ടോ, ഇത് അങ്ങേ അറ്റം വരെ ഈ ഒരു അറ്റം തൊട്ടിട്ട് ആ ഒരു അറ്റം വരെ നമുക്ക് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. ഇത് അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട്? ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് അങ്ങേ അറ്റം വരെ, ആ ഒരു അറ്റം വരെ നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ് രാത്രിയിൽ ശരിക്കും കാണാനായിട്ട്. അയ്യോ, ആ പെണ്ണ് ചാടാൻ പോണു. ആ പെണ്ണ് വെള്ളത്തിൽ ചാടാൻ പോവാണോ? ദേ വെള്ളത്തിലേക്ക് ചാടി. അമ്പേ, സമ്മതിക്കണേ തണുപ്പത്ത്. എൻ്റെ മോനെ, എനിക്കിവിടെ നിന്നിട്ട് തണുക്കണം. ഇവൻ എങ്ങനെയാ ഈ വെള്ളത്തിൽ നിൽക്കുന്നത്? എനിക്ക് എന്നിട്ട് കാറി പോകുന്ന അയ്യോ, അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. ഈ കടലിൻ്റെ നടുക്ക് ഇവർക്ക് പ്രാന്താ. ഇവിടെ മനുഷ്യൻ 5-6 ഉടുപ്പും ജാക്കറ്റും എല്ലാം കൂടെ ഇട്ടിട്ടാണ് നടക്കണത്. എന്നൊക്കെ ഇതാണ് ആ ഒരു ഫിഷിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടൊക്കെ ഞങ്ങൾ ഫിഷിങ്ങും പരിപാടിയൊക്കെ ചെയ്യാറ്. ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് ഇടും. ഇവിടെ ശരിക്കും ഇപ്പോൾ വെള്ളം കൂടി കിടക്കുക. എനിക്ക് വെള്ളത്തിൻ്റെ കളർ കണ്ട നല്ല പച്ച കളർ. പക്ഷെ ആരും അവിടെ 2-3 പേര് നിന്നിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ഒരു പഴഞ്ചൻ ബോട്ട് ഇവിടെ തൂങ്ങിയിട്ടു സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം തുരുമ്പടിച്ചിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആ വള്ളിയൊക്കെ ഉണ്ട്, മൊത്തം തുരുമ്പടിച്ചിരിക്കുക. ഇതൊക്കെ പക്ഷെ പക്ക കണ്ടീഷനാണ് തോന്നുന്നത്. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്നതാണ്. ഏറ്റവും പരിപാടിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷെ ഇതേപോലത്തെ ബോട്ടിൽ നമുക്ക്
പോകാനായിട്ട് എന്തോ ലൈസൻസും പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊരു മീനല്ലേ കിടക്കുന്നത്? ഇത് ഈ കിടക്കുന്നത് ഒരു മീനല്ലേ? നോക്കിയേ, ഇതെന്താ സാധനം? മീനാണോ? എനിക്ക് കണ്ടിട്ട് മീനായിട്ട് തോന്നുന്നത്. വേറൊരു ടൈപ്പ് ജങ്കാറ. ബോട്ടാണോ ജങ്കാറ? ഇത് ജങ്കാറാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ, ഇത് ജങ്കാറ. ഇത് കണ്ടോ, നമ്മുടെ ഒരു വണ്ടിയൊക്കെ കയറ്റാൻ പറ്റുന്ന ആ ഒരു സ്ലൈഡ് ചെയ്യുന്ന സാധനം ഇല്ലേ, ആ സംഭവം. ഇത് ഫിഷിംഗ് ബോട്ടല്ല, വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജങ്കാർ ടൈപ്പ്, ഒരു വെറൈറ്റി സാധനം. ഇത് നമുക്ക് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടും. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പുറത്തേക്കാണ് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളി ചെയ്യുന്നതാണെങ്കിൽ ഇപ്പുറത്തേക്കാണ്. നമുക്ക് ഈ ഒരു ഹാർബറിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഫിഷിംഗ് ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഫൈനും പരിപാടിയൊക്കെ നമ്മൾ കൊടുക്കണം. ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റ്. ഇത് ഇവിടെയാണ്. ഇതിലൂടെയാണ് എല്ലാ ബോട്ടുകളും ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. വേറെ വഴിയൊന്നുമില്ല. നമ്മൾ അവിടുന്ന് വരുവാണെങ്കിൽ അവിടെയും നമുക്കൊരു വോക്ക് വേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ വന്നിട്ട് ഫിഷിംഗും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഇറങ്ങിയതാണ്. ഞാനിങ്ങനെ അടുവിനെ കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോൾ നല്ല സൂര്യനാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് ചുമ്മാ പുറത്തേക്ക് പോകാമെന്ന്, വീഡിയോയും കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ഇടണം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുമായിരിക്കും